എത്രയും പെട്ടെന്ന് ഇതൊരു മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് നമ്മുടെ ഗണേഷ് കുമാർ സാറിനൊക്കെ എങ്ങനെയെങ്കിലും ഈ വീഡിയോ എത്തിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ അത് നിങ്ങളിലൂടെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കിപ്പോ ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ യൂണിഫോം ഒക്കെ ജീവനക്കാരുടെ യൂണിഫോം ഇടാറുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഈ ബസ്സിലെല്ലാം കറക്റ്റ് ആണോ? എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അവര് യാത്രക്കാരോടുള്ള ഒരു പെരുമാറ്റവും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സർവീസിനോട് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു വ്യക്തിയാണ്. ഇതിന്റെ പേരിൽ ഫാൻ പേജ് വരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ വിഷമമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് നടത്തിയിട്ട് എന്തിനാണ് ഈ ആദ്യം നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചെന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അനന്ത പത്മനാഭന്റെ മണ്ണിൽ നിന്നും വടക്കുംനാഥന്റെ മണ്ണിലേക്ക് ഒരു ബസ് സർവീസ് ആരംഭിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഒരു വ്യവസായി അയാളുടെ വ്യവസായത്തിന്റെ ഭാഗമായി ഒരു ബസ് സർവീസ് ഇവിടെ ആരംഭിച്ചു. അതായത് ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരത്തുള്ള ആള് വടക്കുംനാഥന്റെ മണ്ണായ തൃശ്ശൂരിൽ ഒരു സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. ഇനിയാണ് ട്വിസ്റ്റ്. ആ ബസ് സർവീസ് ആരംഭിച്ച ദിവസം മുതൽ എല്ലാ ദിവസവും പല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് തൃശ്ശൂർ RTO ആണ്. തൃശ്ശൂരിൽ RTO ആണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ. ഇദ്ദേഹം ഈ ബസിന്റെ ജീവനക്കാരനാണ്. ഈ ബസ്സിലെ യാത്രക്കാരുണ്ട്, മുൻ ജീവനക്കാരുണ്ട്, കുറെ ആളുകളുണ്ട്. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഈ സർവീസ് നടത്താൻ ബുദ്ധിമുട്ടുള്ളത്? നമ്മൾ ഈ വണ്ടി ഇറങ്ങിയതിന് ശേഷം ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. അതിനുശേഷം നമ്മൾ ഈ വണ്ടി സർവീസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ വണ്ടി കുറച്ചാൾ ഓടാതായപ്പോ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാൻ ഈ അനൂപ് എന്ന് പറഞ്ഞ സർവീസിന് ആവശ്യക്കാരുണ്ട് ഇഷ്ടം പോലെ. കാരണം വെച്ചാൽ ഒരു റൂട്ടിൽ ആ വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ബസ്സില്ല. അപ്പൊ അവിടുത്തെ ആളുകളും പിന്നെ കുറച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ കുറച്ച് ഇത് കാരണം ഞാൻ ഈ ഓണറെ നേരിട്ടിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ ഞാൻ പഴയ ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് നമ്പർ മേടിച്ച് ആളെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. എങ്ങനെയാണ് ഇവിടുത്തെ യാത്രക്കാരുടെ പ്രശ്നമുണ്ട്, അത് കുട്ടികൾക്ക് പഠിക്കാൻ പോകാനൊന്നും വണ്ടിയില്ല, സ്കൂളിൽ നിന്നും നമ്മളായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്, നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളാണ്. അങ്ങനെ ആളെടുത്ത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആള് ഓക്കെ വണ്ടി ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരാം, ഞാൻ ലാഭമോ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ വണ്ടി ഇറക്കിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് ആള് വണ്ടി നമുക്ക് ഇറക്കിത്തരാൻ തന്നത്. അതെ, അതിന് ഇദ്ദേഹം ഇത് പറയുമ്പോ ഇതിന് തൊട്ട് മുൻപ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ അനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് നിരവധി സ്വകാര്യ ബസ്സുകളുടെ സർവീസ് ഒക്കെ ഉണ്ടല്ലേ. ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി മുൻപ് വാർത്തകളൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജെനുവിനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് തൃശ്ശൂരെത്തി അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെട്ടതും ഈ വാർത്ത ചിത്രീകരിക്കുന്നതും. നിയമപരമായിട്ടുള്ള രീതിയിൽ മാത്രമേ അദ്ദേഹം പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ അല്ലേ? തീർച്ചയായും. അത്തരത്തിൽ നിയമപരമായി പോകാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിനെയാണ് ഇങ്ങനെ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് തകർക്കാൻ നോക്കിയതാണ് സത്യത്തില്. കാരണം എന്താ വെച്ചാല് വേറെയും ബസ് ഓണേഴ്സ് ഈ ആളുടെ ഈ വാഹനത്തിന് വേണ്ടിയിട്ടാണോ അതോ ഈ വാഹനം പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു ലാഭമാണ്. അതായത് ചിലരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചില ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥർ കൂട്ടുവയ്ക്കുന്നതായിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ജയേഷ് എന്നാണ് ആളുടെ പേര്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോ എന്തായാലും ആ ഉദ്യോഗസ്ഥൻ ഇന്ന് ഇവിടെ ഇല്ല. ഈ തൃശ്ശൂർ RTO ഓഫീസിൽ ആ ഉദ്യോഗസ്ഥല്ല, അദ്ദേഹം സ്ഥലം മാറ്റമായി എന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങളും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ചു, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് സ്ഥലം മാറിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്ന കാലങ്ങളിൽ നിങ്ങൾ നിരന്തരം ഉപദ്രവിക്കുക. തീർച്ചയായിട്ടും നിരന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സർവീസുകൾ മാസങ്ങളോളം മുടങ്ങിക്കണം ബസ് ഓടാൻ. തീർച്ചയായും. പകരം ഞങ്ങള് ഇദ്ദേഹത്തെ ഞാനൊരു 2-3 മാസത്തോളമായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ RTO ഓഫീസിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടേതായിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ടാക്സ് അദ്ദേഹം നമ്മുടെ വണ്ടിക്ക് ഭീമമായ തുക അടച്ചെന്ന് നമുക്ക് ഫ്ലോർ ഏരിയ കൂടുതലാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്ലോർ ഏരിയ കൂടുതലാണെങ്കിൽ ടാക്സ് അടയ്ക്കണ്ടേ? അതെന്താ നിങ്ങൾ അടയ്ക്കാൻ? നമ്മൾ ഇത്ര നാളും ഈ ഫ്ലോർ ഏരിയ വെച്ചിട്ടാണ് ഈ വണ്ടി ഇവിടെ വന്നിട്ട് 6 വർഷമായിട്ട് ഈ ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ മാത്രമാണോ നിയമത്തിന് മാറ്റം വരുന്നത്? അതായത് നിങ്ങൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഒരു നിയമത്തെ കണ്ടെത്തിക്കൊണ്ടുവന്നു. അതായത് നമ്മൾ ഈ അടുത്ത് സുരാജ് വഞ്ഞാറമൂട് പൃഥ്വിരാജൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട്. അതില് അതായത് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചില നിയമങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ഉപദ്രവിക്കുന്ന ഒരു നയം, അതാണ് അവിടെ. തീർച്ചയായും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മളോട് മാത്രമാണ്. കാരണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ റൂട്ടിലോടുന്ന ഒരുപാട് ബസ്സുകളുണ്ട്. ഇതെല്ലാം ഫ്ലോർ ഏരിയ അളന്നിട്ടാണോ ഇവരെല്ലാം ചെയ്തിരിക്കണം ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെ കുറിച്ച് അറിയത്ത് പോലുമില്ല. അതായത് നിങ്ങൾ നിയമപരമായി നേരിടുന്നതുകൊണ്ട് നിങ്ങളെ നിയമം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വാഹനത്തില് എയർ ഹോൺ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഇലക്ട്രിക് ഹോണാണ്. നമ്മുടെ ടയറുകള്
920 ബാക്കി ഏതെങ്കിലും വണ്ടിക്ക് 920 ഉണ്ടോ നോക്കും നിയമപരമായിട്ട്. എല്ലാം 1020 കിടക്കുന്നത്. നമ്മുടെ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം പെർഫെക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വ്യക്തി നിരന്തരം നമ്മളതിനെ ഉപദ്രവിക്കുന്നത് കാരണമാണ് നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയത്. ഇപ്പോഴേ നമുക്ക് നികുതി ഭീമമായ തുക അടച്ചു തന്നിട്ടുണ്ട്. അത് 7 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ വണ്ടി പിടിച്ചിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ആ കാര്യത്തെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ഇളവ് ലഭിക്കുമെന്നാണ്. അപ്പൊ ഇദ്ദേഹം നിങ്ങളെ മനഃപൂർവ്വം കോടതിയിൽ പോകാൻ വേണ്ടി പ്രേരിപ്പിക്കും അല്ലേ? ആയിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓണർ, അതായത് നമ്മുടെ അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി നിയമം വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും ആളെ കിട്ടത്തില്ല. സ്ട്രേറ്റ് ഫോർവേഡാണ് അദ്ദേഹത്തിന് വേണ്ടതും നിയമപരമായിട്ട്. കാരണം ഈ ജയേഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്താലും നിയമം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ അപ്പുറത്ത് കിടപ്പുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് ഈ അനൂപേട്ടൻ നീങ്ങത്തില്ല. അപ്പൊ ഒരു കാര്യം പറയണ, ഈ അനൂപ് ചന്ദ്രൻ ഒരു സമൂഹത്തിന് ഒരു വെല്ലുവിളിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അനൂപ് ചന്ദ്രൻ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അയാളെ വെല്ലുവിളിക്കാൻ വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥര് അയാൾക്ക് പാലിക്കാൻ പറ്റുന്നതും പാലിക്കാൻ പറ്റാത്തതുമായ, അതായത് മറ്റുള്ളവർ പാലിക്കാത്ത നിയമങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കണം തോന്നല്ലേ? അത് ഈ ബസ്സിന് മാത്രമാണെന്ന് തോന്നുന്നു. ഈ അനുപേട്ടന്റെ ഈ വണ്ടിക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമല്ല. ശരി, ഓക്കെ. ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ ഒരു പക്ഷെ അയാളുടെ ജീവനക്കാരനായതുകൊണ്ട് അയാൾ അനുകൂലിച്ച് പറയുന്നറിയാം. എന്തായാലും മറ്റുള്ളവരുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഈ വിഷയത്തിൽ? ഞാൻ ഈ ബസ്സില് ആദ്യം അങ്ങയുടെ പേരെന്താണ്? എന്റെ പേര് കണ്ണെന്ന് വിളിക്കാൻ, ചേച്ചിയുടെ പേര് അനിരുദ്ധൻ. പറയൂ, അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ? ഞാൻ ഈ ബസ്സിൽ ആദ്യം ഓടിയാന്ന ഒരു കണ്ടക്ടറാണ്. പിന്നീട് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് പോയതല്ല, ഞാൻ വേറെ വണ്ടിയിലേക്ക് മാറിപ്പോയി. അപ്പൊ വീണ്ടും ഇതൊന്ന് ഇറങ്ങിക്കാണ്. അപ്പൊ ഈ അനുപേട്ടന എല്ലാ അർത്ഥത്തിലും നിയമം പാലിക്കാത്ത ഒരാളാണോ? അല്ലല്ല, തീർച്ചയായിട്ടും നിയമപരം ഒരു ഇതുമില്ല. നല്ല വ്യക്തിയാണ്, നിയമം പാലിക്കുന്ന ആളാണ്. നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും. അതുപോലെ വണ്ടിയിലെ ഡ്യൂട്ടി ഡ്രൈവറാണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും ഒക്കെ ആള് കറക്റ്റായിട്ട് നിയമം പോകും. തെറ്റെന്തെങ്കിലും നമ്മളോട് അപ്പൊ പറയും. ഈ ജയേഷ് നിയമം പാലിച്ച് സർവീസ് നടത്തുന്ന ഇദ്ദേഹത്തിന് എങ്ങനെ ആർട്ടി ഉപദ്രവിക്കുന്നത്? അത് ആളോടുള്ള ദേഷ്യം എന്താ നമുക്കറിയില്ല. കാരണം ആള് നല്ല വ്യക്തിയാണ്. ഈ ജയേഷ് എന്ന് പറഞ്ഞ ആദ്യമാണ് ആ സാറാണ് ആ കയറ്റം നിരന്തരമായിട്ട് ഉപയോഗിക്കാറ്. പിന്നെ ഇപ്പൊ ഈ പല വണ്ടിക്കും ചേസ് നീട്ടം കൂടുതലുണ്ട്. നമ്മുടെ വണ്ടി മാത്രം ചേസ് നീട്ടാറുണ്ട്, അങ്ങനെ ഒരു പരാതി പറഞ്ഞു. അപ്പൊ മറ്റുള്ള വണ്ടിക്കൊക്കെ ബാധകല്ലേ? ചേസ് നമ്മള് അതല്ല 38 സീറ്റ് വണ്ടി അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 54 എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിക്ക് ഇത്ര അളവുണ്ടല്ലോ സീറ്റ് കപ്പാസിറ്റി. അപ്പൊ അത് ചിലത് ചേസ് കെട്ടിട്ട് വരിക. അപ്പൊ നമ്മുടെ വണ്ടിയുള്ള 30 സീറ്റാണ്. അത് കട്ടി എന്തായാലും ഈ പറഞ്ഞ കണക്ക് സൂക്ഷ്മദർശിനി വെച്ച് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് പിഴയടക്കുകയാണ് അല്ലേ? ഉപദ്രവിക്കുകയാണ്. പിഴയടിക്കുന്ന പറഞ്ഞ കാര്യമല്ല, കുറ്റം ചെയ്ത പിഴയടക്കണം. ഉപദ്രവിക്കുന്നു. ഉപദ്രവിക്കുന്നുണ്ട്. പറയാനുള്ളത് എനിക്ക് പറയാം, ഞാൻ ബസ്സിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു തന്നെയാണ്. കുറച്ചാളായിട്ട് വിട്ടു നിൽക്കുക. ജീവനക്കാരനാണ്? ജീവനക്കാരൻ തന്നെയാണ്. ഓക്കെ. നിങ്ങൾ മുൻപ് ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ? നിങ്ങൾ വർക്ക് ഒരുവിധം. ചെയ്തിരുന്ന ഈ ബസ്സുകളിലൊക്കെ എല്ലാ നിയമങ്ങളും പാലിച്ചാണോ? നമുക്കറിയാം സ്വകാര്യ ബസ്സുകളിലൊന്നും 100% നിയമം പാലിച്ചൊന്നും ഒരു സർവീസ് നടത്താൻ പറ്റത്തില്ല. പക്ഷെ ഈ ബസ്സിന്റെ കാര്യം എങ്ങനെയാണ്? ഈ ബസ് എന്ന് പറഞ്ഞാൽ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ സാറ് നല്ല വ്യക്തിയാണ്. അദ്ദേഹം എല്ലാ നിയമങ്ങളും പാലിച്ച് അദ്ദേഹം നിയമപരമായിട്ട് നല്ല പരിജ്ഞാനമുള്ള ഒരു വ്യക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം നിയമം പാലിക്കുന്നതുകൊണ്ട് വെല്ലുവിളിക്കുന്നു അല്ലേ? അതന്നെ ഈ ആർഡിഒ വെല്ലുവിളിച്ച് ഈ ആർടിഒക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ആർടിഒയുടെ പേര്? ജയേഷ്. ഓക്കെ. അദ്ദേഹം എന്തൊക്കെ നടപടികളാണ് ഈ ബസ്സിന് നേരെ എടുത്തത്? ബസ്സിന്റെ എന്ന് പറയുമ്പോ ഒരുപാടുണ്ട്. ഒരു ഫൈൻ അടിക്കുന്നു. ഈ ബസ്സിനെയാണ് കൂടുതൽ ആളുകൾ ചെയ്യണത്. ഇത് ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ബസ്സാണ് അല്ലേ? സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര്. അതെ. അപ്പൊ ഈ താങ്കൾ എത്ര നാളായിട്ട് ഈ ബസ്സിൽ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോ കുറച്ചാളായിട്ടുള്ളൂ. ഈ വണ്ടി ഓടാൻ സമയത്ത് ഞങ്ങൾ കുറെ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി. ഞങ്ങളുടെ ഭാഗത്തേക്ക് വേറെ വണ്ടികളൊന്നും ഓടാനില്ല. പ്രത്യേകിച്ച് പൂമല എന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. കുറെ ആൾക്കാർ കാണാനുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പൂമലയിലേക്ക് പോകുന്ന ഒരേ ബസ്സാണത്? അതെ. ഇല്ല, പൂമല ഡാമിനല്ല, 2 വണ്ടി ഉണ്ട്. ഒരുപാട് യാത്രക്കാർ, 100 കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ബസ്സാണ്. അതെ. അതിന് സർവീസ് ഇല്ലാതാക്കാനുള്ള ശ്രമം. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇതിന് പുറകെ വണ്ടി ഓടാനിരിക്കുന്ന കാര്യങ്ങൾ നടക്കാനും എല്ലാ കണക്കായിട്ട്. അപ്പൊ അവരുടെ ഇടപെടല് ഈ ആർടിഒ നിങ്ങൾ ശക്തമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറെ കയറി ആർടിഒ ബസ്സിലേക്ക്. നിങ്ങൾക്ക് നിങ്ങൾ യൂണിഫോം ഒക്കെ ജീവനക്കാരല്ലാതെ യൂണിഫോം ഇടാറുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഈ ബസ്സിലെല്ലാം കറക്റ്റ് ആണോ? എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. പക്ഷെ ഈ പറഞ്ഞതൊക്കെ അവര് ഓരോ കുറ്റങ്ങൾ കണ്ടെത്തി ഉപദ്രവിക്കുന്നു അല്ലേ? അതെ. ഈ പൂമലയിലേക്കുള്ള ഒരേ ബസ്സാണതല്ലേ?
പൂമലയിലേക്ക് ഒരു 3 ബസ് ഉണ്ട്. എങ്കിൽ കൂടിയിട്ടും ഈ വണ്ടി ഓടുന്ന റൂട്ടിൽ ആ പൂമലയ്ക്ക് പോകുന്ന വഴിയിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ ആശ്രയിച്ചിട്ട് ആ വഴിയിലുള്ള ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ ഈ രാവിലേക്ക് ജോലിക്ക് പോകുന്ന വ്യക്തികൾ ഈ വണ്ടിനെ ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ട്. അതേപോലെ തിരിച്ചും നമ്മളൊക്കെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ആ ഒരു 10 ടിക്കറ്റും കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ചു റിട്ടേൺ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരായിട്ടുള്ള ഒരു അടുപ്പാണ് നമ്മൾ ഈ വണ്ടിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ വിഷമമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് നടത്തിയിട്ട് എന്തിനാണ് ഈ ആർക്കും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചെന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ പണിയാൻ എല്ലാവർക്കും പേടി. അപ്പൊ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഓണറായിട്ട് സംസാരിച്ചിരുന്നു, ചേട്ടാ ഇങ്ങനെയാണ് വണ്ടിയിൽ വരുന്നവരെ പേടിപ്പിക്കുന്നുണ്ട്, പല മുതലാളിമാരുടെ കുത്തക മുതലാളിമാരെന്ന് പറയുന്ന പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലാഭം മാത്രം, സർവീസ് ലാഭം മാത്രം കൊണ്ട് നടക്കുന്ന കുറച്ച് മുതലാളിമാര് നമ്മുടെ ഈ വരുന്ന ജീവനക്കാരനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ഒരു കുറച്ച് വർത്തമാനം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞ ഒറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരത്തെ നമ്മുടെ വണ്ടിയിൽ അവരുടെ എന്തെങ്കിലും നിയമപ്രകാരം അല്ലാത്ത രീതിയിൽ അവർ ഫൈൻ അടിക്കുകയോ എന്തെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കണ്ട. നിങ്ങൾക്കുള്ള പൈസ, നിങ്ങളുടെ ചെലവ്, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഏക ഒരു ഓണറാണ് ആ അനൂപേട്ടൻ. എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു ഓണർമാര് പറയുന്ന, എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ആദ്യം പണിത് ഈ വണ്ടി ഓടാതായ സമയങ്ങളിൽ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം മറ്റേ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ സർവീസ് നടത്തിയതിൽ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. ഈ കാണുന്ന എല്ലാം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്, അല്ല നമ്മളായിട്ട് വാങ്ങിയിട്ടുള്ളതല്ല. ഇതെല്ലാം ഗിഫ്റ്റായിട്ട് നമുക്ക് ഓരോ കുട്ടികളും ഓരോരുത്തരായിട്ട് നമ്മുടെ വണ്ടിയിൽ വന്ന് തന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും പിന്നല്ലാതെ ഞാനൊക്കെ എന്താ പറയാ, എത്രയും പെട്ടെന്ന് ഇത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് നമ്മുടെ ഗണേഷ് കുമാർ സാറിനൊക്കെ എങ്ങനെയെങ്കിലും ഈ വീഡിയോ എത്തിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ അത് നിങ്ങളിലൂടെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കിപ്പോൾ ഉള്ളത്. തീർച്ചയായും എന്തുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല, ഇല്ലാതാക്കി അവര്. നിങ്ങൾ ആ ബസ്സിലെ യാത്രക്കാരനാണോ? അതെ, യാത്രക്കാരൻ മാത്രമാണോ? യാത്രക്കാരൻ മാത്രമല്ല, ആരാധകരാണെന്ന്. അതെ. എന്താണ് ആ ബസ്സിനടുത്ത ആരാധന? എന്താണ് ആ ബസ്സിനടുത്ത് ആരാധന എന്ന് തോന്നാൽ അതിലെ ആ സർവീസിനോടും അതിലെ മുതലാളിയോടും അതിലെ പാർട്ട്നേഴ്സിനോടും ഉള്ളൊരു അവരുടെ യാത്രക്കാരോടുള്ള ഒരു പെരുമാറ്റവും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സർവീസിനോട് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു വ്യക്തിയാണ്. ഇതിന്റെ പേരിൽ ഫാൻ പേജ് വരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേജെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു 300-400 ആ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഈ ബസ്സിനോട് മാത്രം ഒരു ആരാധന തോന്നാനുള്ള കാരണം? ഈ ജീവനക്കാരുടെ പെരുമാറ്റവും ആ സർവീസിനോടുള്ള ഇഷ്ടവും ഒക്കെ ആണല്ലേ? കാരണം ഞങ്ങളുടെ ഇവിടെ പൂമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അധികം ബസ് റൂട്ട് അങ്ങനെയുള്ള ഇതല്ല. എൻ്റെ വഴിക്ക് ആ കൂടി 2 വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബസ് ഇല്ലാത്ത സമയത്ത് ഒരുപാട് കഷ്ടതകളും വിഷമങ്ങളും ഒക്കെ, കാരണം യാത്രാ ദുരിതം ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പൊ ഇതിലെ ശരത്തേട്ടൻ, ഇതിലെ ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു ബസ് ഇറക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആണ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ ഉടനെ തന്നെ അനുപേട്ടനോട് വിളിക്കുകയും അതിനുള്ള ഉടനെ തന്നെ ആ ബസ് ഇറക്കുകയും അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. വളരെ മോശമായ ഒരു ഇതാണ് RTO പ്രൈവറ്റ് ബസ്സിന് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആവശ്യമില്ലാതെ ഓരോ ഇതിനും ഫൈൻ അടിക്കുക. അതെ അതെ. ഇപ്പോ ഞങ്ങൾ ഈ വാർത്ത ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്വകാര്യ ബസ്സിനെ തന്റെ അധികാര പരിധികൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വാർത്തയിലേക്ക് എത്തിയത്. ഒന്ന് മനസ്സിലാക്കണം, ഈ ഉദ്യോഗസ്ഥരൊക്കെ AC കാറിൽ പോകുമ്പോൾ തികച്ചും വിദ്യാർത്ഥികളും സാധാരണക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ആശ്രയമായ 5, 10, 15 രൂപ മുടക്കിയാൽ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ കഴിയുന്ന ആശ്രയമായ ഒരു പദ്ധതിയെയാണ്, അല്ലെങ്കിൽ ഒരു സംരംഭത്തെയാണ് നിങ്ങളെല്ലാം ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഈ തൃശ്ശൂരിൽ സർവീസ് നടത്തുന്ന അനൂപ് ചന്ദ്രൻ എന്ന സ്വകാര്യ ബസ് ഒരു പക്ഷേ ഇവിടുത്തുകാരുടെ, ഈ യാത്രക്കാരുടെയും ഇതിലുള്ള ജീവനക്കാരുടെയും ഒക്കെ ഒരു വികാരമാണെന്ന് പറയാം. കാര്യം വളരെയധികം അറ്റാച്ച്ഡ് ആണ് യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ. പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഈ യാത്രക്കാർ, ഈ ജീവനക്കാർക്കൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം വരെ കൊണ്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ട്. അത്രയ്ക്ക് ഇവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട്. അതായത് ഒരു റൂറൽ ഏരിയയിലേക്ക് നടത്തുന്ന സർവീസ്
അത് ഇല്ലാതാക്കാനുള്ള മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ ശ്രമം ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വളരെയധികം പ്രതിഷേധങ്ങളാണ് നാട്ടുകാരുടെയും ഇതിലെ യാത്രക്കാരുടെയും ജനങ്ങളുടെയും ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഇവരെ കരുതിക്കൂട്ടി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് ബസ് ഉടമയുടെയും ജീവനക്കാരുടെയും ഒക്കെ ആരോപണം. അതിന് ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തി അവരെ ഉപദ്രവിക്കുന്നതായാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തില് ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ ബസ് ഉടമയുടെ ശ്രമം. അദ്ദേഹം ഹൈക്കോടതിയിലൊക്കെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തന്റെ പേരിൽ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ആർടിഒ ഉദ്യോഗസ്ഥർ കാട്ടുന്ന ഇതിനെതിരെ ഈ നടപടികൾക്കെതിരെയെല്ലാം ഇദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധികൾ കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും നിയമവിധേയമല്ലാത്ത ഒരു കാര്യങ്ങളും താൻ ചെയ്യുന്നില്ലെന്നും അത്തരത്തിൽ തനിക്കെതിരായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും എതിരെയും അദ്ദേഹം കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് നീതി ഉറപ്പാക്കുമെന്നാണ് ഈ ബസിന്റെ ഉടമ കൂടിയായ അനൂപ് ചന്ദ്രൻ ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 100% ജനുവിനായിട്ട് ഇവിടെ ഒരു സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാര്യം പല വാർത്തകൾ ഞങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ്. എന്നാൽ ഈ അനൂപ് ചന്ദ്രന്റെ ബസ് അനൂപ് ചന്ദ്രനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അനൂപ് ചന്ദ്രന്റെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അനൂപ് ചന്ദ്രൻ സർവീസ് നടത്തുന്നത് നിയമവിധേയമായ രീതിയിൽ നിയമപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സർവീസ് നടത്തുന്നത്. അദ്ദേഹം നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിയമപരമല്ലാത്ത എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ അദ്ദേഹം കോടതിയെ സമീപിക്കാറുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹം അനുകൂലമായ വിധി സമ്പാദിക്കാറുണ്ട്. ക്യാമറമാൻ വിപിൻ വേണൂരിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.